ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ സംസാരിക്കുന്നത് സെയിൽസിൽ സോഷ്യൽ പ്രൂഫിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ കസ്റ്റമർ ബൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെയിൽസ് പിച്ച് എപ്പോഴും കസ്റ്റമർ ബൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിനോട് അലൈൻ ചെയ്തിട്ടുള്ളതാവണം നമ്മുടെ സെയിൽസ് പിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ ബൈയിങ്ങിന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അയാൾ നോക്കുന്നത് ഒരു പോയിൻ്റാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി, 2 റെസ്റ്റോറൻറ്റ് നിങ്ങൾ കണ്ടു. 2 റെസ്റ്റോറൻറ്റും തമ്മിൽ വലിയ ഡിഫറൻസിയേഷനൊന്നുമില്ല. ഏത് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോകും ഭക്ഷണം കഴിക്കാൻ? ഒരു ചോദ്യമാണ്. നേരെ അതൊന്നും കൂടെ എളുപ്പമാക്കാൻ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ പോകാനായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഇത് സർവേ നടത്തിയതിൽ 80% ആൾക്കാർക്കും ഈ തിരക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് അവർ ചൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇതാണ് സോഷ്യൽ പ്രൂഫിൻ്റെ പവർ. അതെന്താ വെച്ചാൽ, ഇത്രയും ആളുകൾ ഭക്ഷണം കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിച്ചാലും അത് സേഫാണ് എന്നുള്ള നമ്മുടെ ബ്രെയിൻ അതിനൊരു സേഫ്റ്റി അസൈൻ ചെയ്യുമ്പോൾ ാണ് നമ്മൾ ആ ഡിസിഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ പ്രൂഫ് ഭയങ്കര കോൺഫിഡൻസ് ആണ്. സോഷ്യൽ പ്രൂഫ് കാണിച്ചു കൊടുത്താൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഈ റെഡ് ബുൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവർ ഈ ഒഴിഞ്ഞ ഡസ്റ്റ്ബിന്നിൽ പല സിറ്റീസിൻ്റെ പല സ്പോട്ടിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ ഈ ക്യാമ്പയിൻ ഈ ഒരു പരിപാടി ചെയ്തത് ന്യൂയോർക്ക് സിറ്റിയിലാണ് അവർ ചെയ്തത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ പല ഭാഗത്തുള്ള ഡസ്റ്റ്ബിന്നിൽ അവർ റെഡ് ബുള്ളിൻ്റെ ഒഴിഞ്ഞ ടിന്നുകൾ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഫോട്ടോ എടുത്തിട്ടൊക്കെ അവർ പ്രിൻ്റഡ് ആഡുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡസ്റ്റ്ബിന്നകത്ത് ഒത്തിരി റെഡ് ബുള്ളിൻ്റെ ക്യാൻസ് ഒഴിഞ്ഞു കിടക്കുന്നത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തോന്നും ഇത് ഓക്കെ, റെഡ് ബുള്ള ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് റെഡ് ബുള്ളാണെന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അത് നമ്മുടെ ഡിസിഷൻ, അല്ലെങ്കിൽ നമ്മൾ റെഡ് ബുള്ള് സെലക്ട് ചെയ്യുന്നതിലേക്ക് ഉള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി കൂടുതലാണ്. നമ്മൾ റെഡ് ബുള്ള് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഈ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോമഡി ഷോസിലൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ, സെലിബ്രിറ്റീസ് ഇരുന്ന് ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കോമഡി സ്കിറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന ആളുകളൊക്കെ കൈയടിക്കുന്ന സൗണ്ട് നമ്മളിങ്ങനെ കേൾക്കാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ പ്രൂഫാണ്. ആ കയ്യടി സൗണ്ട് കേൾക്കുമ്പോൾ അത് സക്സസ് ആണ്, ആ സ്കിറ്റ് അടിപൊളിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ തരുന്നത്. ആ ഒരു മെസ്സേജ് സൈക്കോളജിക്കലി നമുക്ക് കിട്ടും, സട്ടിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കും തോന്നും ഓക്കെ ദിസ് ഈസ് ഗുഡ് എന്നുള്ളത്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റേജിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന ആളെ പരിചയമില്ലെങ്കിലും, ആ വേദിയിലേക്ക് കടന്നു വരുന്ന ആളെ പരിചയമില്ലെങ്കിലും നമ്മളും അറിയാതെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതൊക്കെ സോഷ്യൽ പ്രൂഫിൻ്റെയാണ്. കാരണം ഒരു സോഷ്യൽ നോമിൽ നമ്മൾ മാത്രം വേറിട്ട് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് 80% ആളുകൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇതെങ്ങനെ സെയിൽസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെയിൽസിൽ നമ്മൾ പറയണം, നമ്മുടെ കസ്റ്റമറിൻ്റെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കൊണ്ടുവരണം. അതായത് നമ്മുടെ ഷോപ്പിൽ ഒരാൾ വരികയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്തുള്ള ഒരാൾ ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്, അവർ നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവർക്ക് ഭയങ്കര സക്സസ് ആണ്. ഈ ഒരു കേസ് സ്റ്റഡി ആംഗിളിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പറയണം. അപ്പോഴാണ് അവർക്ക് അതൊരു സോഷ്യൽ പ്രൂഫാണ്, അതൊരു സട്ടിലായിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്ക ഓൺലൈൻ സൈറ്റുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മോസ്റ്റ് പോപ്പുലർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രൊഡക്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഈ സോഷ്യൽ പ്രൂഫിൻ്റെ ഒരു ഓൺലൈൻ ട്രാൻസ്ലേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഹൂ ബോട്ട് ദിസ് ഓൾസോ ബോട്ട് ദിസ് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കാണിച്ചു തരും. ഇതൊക്കെ ഈ ഒരു സോഷ്യൽ പ്രൂഫിനെ യൂസ് ചെയ്യുന്ന, ഓൺലൈനായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പം നിങ്ങൾ ഇനി സെയിൽസിൽ നിങ്ങളുടെ സെയിൽസ് പിച്ച് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെയിൽസ് പ്ലേ ബുക്കിൽ മസ്റ്റായിട്ടും ഉണ്ടാവേണ്ട സംഭവമാണ് ഈ സോഷ്യൽ പ്രൂഫ്. ഈ സോഷ്യൽ പ്രൂഫ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ പ്രൂഫിൻ്റെ വേറൊരു എക്സാമ്പിളാണ് കേട്ടോ ഈ ടെസ്റ്റിമോണിയൽ മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് ടെസ്റ്റിമോണിയൽ മാർക്കറ്റിംഗ് സോഷ്യൽ പ്രൂഫിൻ്റെ എക്സാമ്പിളാണ്.
ഫോർഡ് കമ്പനി അവരുടെ ആദ്യകാലത്ത് കാറുകൾ മാർക്കറ്റിലേക്ക് ഇറക്കിയ സമയത്ത് ആ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ സമൂഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് ഈ വണ്ടി വാങ്ങിപ്പിക്കുകയും ഓടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് ആ ഒരു ന്യൂസ് പേപ്പർ ആഡ് വഴിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ സോഷ്യൽ പ്രൂഫ് കൊടുക്കുക എന്നുള്ളതാണ്. സോഷ്യൽ പ്രൂഫ് കസ്റ്റമറുടെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂട്ടുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ സെയിൽസ് പിച്ചിനകത്ത് മനോഹരമായിട്ട് ഈ കേസ് സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കും സെയിൽസിൽ നല്ലൊരു കൺവേർഷൻ റേറ്റ് ഉണ്ടാവട്ടെ. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ.